ഗുരുതരനായ വിനയൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ പടത്തിന്റെ ആക്ഷൻ കോറിയോഗ്രാഫിയുടെ അസോസിയേറ്റ് ആയിരുന്നു കലൈ മാസ്റ്റർ. പൂനെയില് ഒരു 8 ദിവസം ഈ രാത്രിയൊക്കെ പുള്ളി തന്നെയായിരുന്നു. കാരണം വെച്ചാല് അന്ന് സുപ്രീം സുന്ദർ മാസ്റ്ററിന് കങ്കുവ ഉണ്ടായിരുന്നു. അപ്പൊ കങ്കുവയുടെ ഷെഡ്യൂൾ പുള്ളി അപ്പുറത്ത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ആൻഡ് ഫുൾ കലൈ മാസ്റ്ററിന്റെ ചെയ്തിരുന്നത്. ഇത് മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിട്ട് മാറട്ടെ. പിന്നെ സാർ നേരത്തെ 19-ാം നൂറ്റാണ്ടിലെ സിജുവിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഞങ്ങളെല്ലാം വിചാരിച്ചു അങ്ങനെ കുതന്ത്രങ്ങളില്ലാത്തൊരു വ്യക്തിയാണ് സിജു. കഠിനാധ്വാനിയാണ്. ധ്യാനന്ദ വ്യക്തിയോട് കൂടിയതിനു ശേഷം കൂടാനുള്ള സമയം ഞങ്ങൾക്ക് അധികം കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ ഇത്രയും ഇടയിലൊക്കെ ഞങ്ങൾ പറ്റാവുന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സിനിമ ഡോസ് എന്നുള്ള സിനിമയെ കുറിച്ച് ഞാൻ സിജു വളരെ മിതഭാഷയാണ് കുറച്ചേ സംസാരിക്കുള്ളൂ. അപ്പൊ ഞാൻ പല രീതിയിൽ ചോദിച്ചു, ഒരു മെഡിക്കൽ ത്രില്ലർ എന്തെങ്കിലും എഴുതാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. സിജു സബ്ജക്റ്റ് എന്താണ്? ത്രില്ലറാണ്. സിജു ഹോസ്പിറ്റൽ ബേസ്ഡ് ആണോ? അല്ലല്ല, അങ്ങനെയല്ല, ഒരു ത്രില്ലറാണ്. അല്ല വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിന് ബന്ധപ്പെട്ട മറ്റേ പ്രക്രിയകളിലുള്ള വേറെ എന്തെങ്കിലും എന്താ പറയാ അഴിമതിയാണോ? അല്ലല്ല, അതൊരു മെഡിക്കൽ ത്രില്ലറാണ്. അപ്പൊ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും പുള്ളി തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. പിന്നെ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്തൊരു വിനീതമായ അപേക്ഷ, പഴയ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും ചെറിയ വാടകയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് ഷൂട്ട് ചെയ്യരുത്. എപ്പോഴാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്ന് പറയാൻ പറ്റില്ല. അവസാനം നായക നടനും ക്യാമറാമാനും അസോസിയേറ്റ്സും എല്ലാം അടിയിലാവും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം പറയും സിജു വിൽസൺ അടിയിലുണ്ടെന്ന് പറയും, പിന്നെ പറയും സിജു വിൽസൺ അടിയിലില്ലെന്ന് പറയും. അപ്പൊ അവസാനം സാറൊക്കെ വലിയ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, അടുത്ത വർഷം നമുക്ക് വലിയൊരു പടം കിട്ടേണ്ടതാണ്. അവസാനം ഇതിന്റെ എല്ലാ കാര്യങ്ങളും തീർന്ന് കയ്യിൽ വരുമ്പോഴേക്കും സിജു വിൽസന്റെ മകൻ ഹീറോ ആയിട്ടുണ്ടാവും. അപ്പൊ ദയവീത് അങ്ങനെയുള്ള പ്രക്രിയകൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല വാടകയ്ക്ക് തന്നെ ബിൽഡിങ്ങുകൾ എടുക്കുക. അപ്പോൾ ഈ ഒരു പ്രൊജക്ട് ഡോസ് ഒരു സൂപ്പർ ഡോസ് ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.